ഈസ്റ്റർ സീസണിൽ ഇറങ്ങിയ നെറ്റ്ഫ്ലിക്സ് സീരീസായ ദി സാൻഡ്മാൻ സീസണെതിരെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്കിടയിൽ നിന്നും പ്രതിഷേധമുയരുന്നു. ക്രൈസ്തവരെ പ്രകോപിപ്പിക്കാൻ മനഃപൂർവ്വം കത്തോലിക്ക സഭയെ അവഹേളിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതായാണ് ആരോപണം. കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ പാപ്പായുടെയും ഒരു കർദിനാളിന്റെയും വ്യാജവേഷം ധരിച്ച് 2 കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു രംഗത്തെ കേന്ദ്രീകരിച്ചാണ് വിവാദം ഉടലെടുത്തത്. സീരീസിൽ യഥാർത്ഥ പാപ്പായെ കോമയിലാഴ്ത്തി അരാജകത്വവും പാപ്പ സ്ത്രീകളെ പൗരോഹിത്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രചരിപ്പിക്കുകയും പാപ്പയുടെയും കർദിനാളിന്റെയും വേഷം ധരിച്ച് ആൾമാറാട്ടം നടത്തുന്ന കഥാപാത്രങ്ങൾ സ്വവർഗ അനുരാഗികളായുമാണ് രംഗത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രംഗങ്ങൾ പ്ലോട്ടിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നതിന് പകരം ക്രൈസ്തവരെ മുഴുവൻ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭ രൂഢമൂലം എതിർക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരെയും സഭയെയും അപമാനിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഒരിക്കലും അവിചാരിതമല്ല. ലൈഫ് സൈറ്റ് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ ക്ലിപ്പ് സീരീസിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. ഏപ്രിൽ 5-നും 6-നും ഇടയിൽ ഓൺലൈനിൽ വ്യാപകമായി ഇത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. പാപ്പയെയും കത്തോലിക്ക ചിഹ്നങ്ങളെയും നാടകീയമായ ഉപകരണങ്ങളായി ചുരുക്കുന്നതിൽ പല വിശ്വാസികളും ആശങ്ക പ്രകടിപ്പിച്ചു. ഇതാദ്യമായല്ല നെറ്റ്ഫ്ലിക്സ് ക്രൈസ്തവർക്കെതിരായുള്ള ചിത്രീകരണത്തിന് വിമർശനം നേരിടുന്നത്. 2019-ലെ ദി ഫസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ യേശുക്രിസ്തുവിനെയും തിരുക്കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ ചിത്രീകരിച്ചത് വ്യാപകമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. 2 ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ ചിത്രം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട നിവേദനത്തിൽ ഒപ്പുവച്ചിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.